ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. മെയ് ആണ്. ഇന്നൊരു അവധി ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ. കുറച്ച് എന്താ പറയുക, കുറച്ച് സ്പെഷ്യൽ കുക്കിങ്ങും പിന്നെ നമുക്ക് വീക്കെൻഡ് ആകുമ്പോൾ ജോലി ചെയ്യുന്ന കപ്പിൾസ് ആണെങ്കിൽ വീക്കിലി ക്യാച്ചപ്പ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അങ്ങനത്തെ ഒരു വീഡിയോ ആണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. 6 മണിയൊക്കെ ആയപ്പോൾ നമ്മൾ എണീറ്റ് വന്ന ഉടനെ തന്നെ ഇന്ന് ടിപ്പിക്കൽ ഒരു മോർണിംഗ് അല്ലാന്ന് ഞാൻ പറഞ്ഞല്ലോ. രാവിലെ വന്നപ്പോൾ തന്നെ ഞാൻ മാവ് അരച്ച് വെച്ച പൊങ്ങിയൊന്ന് നോക്കിയിട്ടോ. ഇത് ഞാൻ അപ്പം ഉണ്ടല്ലോ, നമ്മുടെ പാലപ്പത്തിന് അരച്ച് വെച്ച മാവാണേ. നല്ല നെയ്യ് പോലെ പൊങ്ങിയിട്ട് കുറച്ച് താന്നു, അത് കുഴപ്പമില്ല. ഞാനൊന്ന് കലക്കി വെച്ചു. നമ്മളൊരു 8 മണിയൊക്കെ ആകുമ്പോഴേ അപ്പം ചുടുന്നുള്ളൂ. ആ സമയമാകുമ്പോഴത്തേനും അതൊന്നും കൂടെ ചെറുതായിട്ടൊന്നും കൂടെ പൊങ്ങി വന്നോളും. അപ്പോൾ ഞാൻ അതിൻ്റെ കൂട്ടൊന്ന് കാണിക്കാം കേട്ടോ. നമ്മളിവിടെ കാനഡയിലാണ് താമസിക്കുന്നത്. അപ്പോൾ എല്ലാവരും ചോദിക്കും അപ്പമൊക്കെ നന്നായിട്ട് വരുമോ എന്ന്. ഞാൻ ഈ പറയുന്ന കൂട്ട് ചെയ്താൽ മതി, എളുപ്പമാണ്, നല്ല നെയ്യ് പോലെ ആകുകയും ചെയ്യും. 1 ഗ്ലാസ് ഇഡ്ഡലി അരി, 1 ഗ്ലാസ് ബസ്മതി റൈസ്, ഇത് ഒരു പിടിയോളം അവൽ ഞാൻ നനയ്ക്കാൻ വെച്ചതാണ് കേട്ടോ. അത് അരയ്ക്കുന്നതിന് ഒരു അരമണിക്കൂർ മുമ്പ് വെള്ള അവൽ നനയ്ക്കാൻ വേണ്ടിയിട്ട് വെച്ചു, അല്ലെ കുതിരാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അരി രാവിലെ വെള്ളത്തിലിട്ടതാണ്. ഒരു നുള്ളി ഈസ്റ്റ് ഇടും കേട്ടോ. ഈ കാണുന്ന ബ്രാൻഡ് ഈ ഒരു ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് യൂസ് ചെയ്യുന്നത്. ആക്ച്വലി ഒരു പിഞ്ച് തന്നെ ഇടാറുള്ളൂ. പിന്നെ ഒരു അരമുറിയോളം തേങ്ങ കുറച്ച് കൂടുതലിടും ഞാൻ. കുറച്ച് പഞ്ചസാരയും ഉപ്പും ഇടും. അപ്പോൾ ഇതൊരു മധുരം മുന്നിൽ നിൽക്കുന്ന അപ്പം അല്ല കേട്ടോ. അപ്പം പഞ്ചസാര ആണെങ്കിൽ പോലും ഒരു ടേബിൾ സ്പൂൺ അത്രയൊക്കെ തന്നെ ഇടാറുള്ളൂ. അപ്പോൾ ഇതെല്ലാം കൂടെ ആദ്യം ഞാൻ നമ്മുടെ പച്ചരി ഇടില്ല. ഇവിടുത്തെ പച്ചരിയും പൊതുവേ ഭയങ്കര പശപ്പ് പോലെ വരും കേട്ടോ. അതുകൊണ്ട് ഞാൻ ഇഡ്ഡലി അരിയും ബസ്മതി അരിയും 1:1. ഇനി ബസ്മതി അരി തന്നെ ഉപയോഗിക്കാം, ഇഡ്ഡലി അരി തന്നെ ഉപയോഗിക്കാം. എങ്ങനെ ഉപയോഗിച്ചാലും നല്ലതുപോലെ വരും. പശ കുറവുള്ള അരി എടുക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ആദ്യം അരികൾ അരച്ചു. പിന്നെ തേങ്ങ നല്ല വലിയ 1-2 കപ്പാണ്, അതായത് ഒരു അരമുറി തേങ്ങകൾ തന്നെ ഉണ്ട്. അതും അരച്ച് ഒരു നുള്ളി ഈസ്റ്റും 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും 1 നുള്ളുപ്പും ഇത്രയെല്ലാം കൂടെ കലക്കിയിട്ട് നമ്മുടെ ഇൻസ്റ്റന്റ് പോട്ടിൽ വെക്കുക ചെയ്യാം. ഇൻസ്റ്റന്റ് പോട്ടിൽ വെക്കുമ്പോൾ ഉണ്ടല്ലോ, അളവ് കൂടിപ്പോയാൽ തൂകി അതിനകത്തൊക്കെ പോകാൻ സാധ്യതയുണ്ട്. എൻ്റെ ഈ അളവിലാണ് 2 കപ്പും മൊത്തം അരിക്കുകയാണെങ്കിൽ എൻ്റെ ഇൻസ്റ്റന്റ് പോട്ട്, ഇത് എനിക്ക് 2 ഇൻസ്റ്റന്റ് പോട്ടുണ്ട്, ഒരെണ്ണം ചെറുതും ഒരെണ്ണം വലുതുമാണ്. അതിൻ്റെ മെഷർമെൻറ്റുകൾ എനിക്ക് അത്ര ഓർമ്മയില്ല. ഞാൻ പല വീഡിയോസിലും മുന്നേ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. ഒരെണ്ണം വലുത് ഒരെണ്ണം ചെറുത്. അപ്പോൾ ഞാനതിൻ്റെ കമൻറ്റിലോ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിലോ വല്ലതും ഇടാം കേട്ടോ എൻ്റെ സൈസ് എന്താണെന്ന്. പിന്നെ വൈകിട്ട് ഞാൻ കുറച്ച് ബദാമൊക്കെ കുതിരാനിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അത് സ്ഥിരമായിട്ട് ഞാൻ മറന്നു കേട്ടോ. അപ്പം ഞാൻ റോസ്റ്റഡ് ബദാം ഉണ്ട്, ചില ദിവസങ്ങളിൽ അത് കഴിക്കും. ഇന്നത്തെ എന്ന് വെച്ചാൽ ഇന്ന് വീക്കെൻഡാണ്. അപ്പം നമ്മൾ മാത്രമല്ല, നമുക്കൊരു 4-5 ദിവസം അവധിയായിനി. ഇവിടെ റിമംബറൻസ് ഡേയും റീഡിംഗ് വീക്കിൻ്റെ ബ്രേക്കും കൂടാണ്. റീഡിംഗ് വീക്ക് എന്ന് പറയുമ്പോൾ സ്റ്റുഡൻസിനൊക്കെ, സ്കൂളിലെ പിള്ളേർക്കും കോളേജ് യൂണിവേഴ്സിറ്റിയിലൊക്കെ അവധിയാണ്. ഇത് പ്രത്യേകിച്ച് ഈ ഒരു ടൈം ആകുമ്പോഴേ മിഡ് സെമസ്റ്ററുകളല്ലേ, അപ്പോൾ കുട്ടികളൊക്കെ ഭയങ്കര ഹൈ സ്ട്രെസ്സിലായിരിക്കും. അത് റെക്കഗ്നൈസ് ചെയ്തിട്ട് ഒരു ബ്രേക്ക് അവർക്ക് കൊടുക്കുന്ന ഒരു സിസ്റ്റമാണ്. എന്തൊരു തോട്ട്ഫുള്ളാണ് അല്ലേ. അപ്പോൾ അങ്ങനെ കുറച്ച് ദിവസം അവധി കിട്ടിയതുകൊണ്ട് ഇപ്പോൾ ഒരു 6:15 ആയിണ്ടാവേ ഞാനും തോമസും കൂടെ ഒന്നിച്ച് ജിമ്മിൽ പോകുന്നു വെച്ചു. അപ്പോൾ ഞാനിതിന് മുമ്പ് ഓറഞ്ച് തിയറി, F45 അങ്ങനെ ട്രെയിനർ വെച്ചിട്ടും അതല്ലാണ്ട് ഗ്രൂപ്പ് ട്രെയിനിങ് അങ്ങനത്തെ സെഷൻസിനൊക്കെ പൊയ്ക്കൊണ്ടിരുന്ന. അത് കഴിഞ്ഞ് കുറച്ച് നാൾ ഞാൻ വർക്ക് ചെയ്യുന്ന കോളേജിൽ തന്നെ ഒരു ട്രെയിനറെ വെച്ച് പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ ഇൻ്റർമീഡിയൻ്റ് ആണ് കേട്ടോ. വർഷത്തിൽ കുറച്ച് പ്രാവശ്യം ട്രെയിനേഴ്സിനെടുക്കും, പിന്നെ ഭയങ്കര മോട്ടിവേഷൻ ആയിരിക്കും. അപ്പോൾ പിന്നെ എന്തിനാ ട്രെയിനർക്ക് കാശ് കൊടുക്കണം, നമ്മൾ ജിമ്മിൽ എന്തായാലും മെമ്പർഷിപ്പ് കൊടുക്കണമല്ലോ, തന്നെ അത് സ്റ്റാർട്ട് ചെയ്യും. പിന്നെ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഈ മോട്ടിവേഷൻ അങ്ങ് പോയി ഭയങ്കര മടിച്ചായിരിക്കും. കുറച്ച് അവിടെയൊക്കെ പോയി ഇച്ചിരി കാർഡിയോ ചെയ്യുമ്പോൾ കുറച്ച് സ്ട്രെച്ചൊക്കെ ചെയ്തിട്ട് ഇങ്ങോട്ട് പോരും. ആ ഒരു സ്റ്റേജ് ആകുമ്പോൾ നമ്മുടെ ബോഡിയിൽ അറിയാം കേട്ടോ, എന്താ പറയുക, മുട്ടുവേദന, നടുവേദന, ക്ഷീണം, മടുപ്പ്, മടി, വയറ് ചാടൽ, അത്യാദി ഇതുകളൊക്കെ. അപ്പോൾ നമ്മുടെ മൊത്തം സ്റ്റാമിന അങ്ങ് കുറയുന്ന പോലെ തോന്നും. അങ്ങനെ ഇപ്രാവശ്യം തോമസും കൂടെ തോമസിൻ്റെ വർക്കിനടുത്ത് വേറൊരു ജിമ്മിൽ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഒന്നിച്ച് പോകാം എന്ന് വിചാരിച്ചു. അപ്പോൾ എനിക്ക് ആഴ്ചയിൽ 3 ദിവസം ട്രെയിനറുണ്ട്. അപ്പോൾ ആ ട്രെയിനുള്ള ദിവസം അവർ നമ്മുടെ ഊപ്പാട് ഇളകുന്ന പോലെയാണ് കേട്ടോ ചെയ്യിപ്പിക്കുന്നത്. എന്താ പറയുക, നമ്മുടെ ലിമിറ്റ് കഴിഞ്ഞാലും കുറച്ചും കൂടെ അങ്ങ് പുഷ് ചെയ്യിപ്പിക്കും. തോമസ് ഒട്ടും മോശമല്ല. അപ്പം നമ്മൾ ജിമ്മിൽ രാവിലെ എത്തി. ഐസക് ഉമ്മാനും വലിയ ആൾ ചെറിയ ആളിനെ നോക്കിക്കൊള്ളും. വലിയ കുട്ടിയുള്ളപ്പോഴത്തേക്കും അങ്ങനെ ഒരു ഗുണമുണ്ട് വെച്ചാൽ, ഇവിടെ 13-14 വയസ്സ് മറ്റേ കഴിയണം തോന്നുന്നു കുട്ടികളെ ബേബി സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്തായാലും നമ്മൾ ജിമ്മിലെത്തി. ഇഷ്ടംപോലെ ജിമ്മന്മാർ അതുവഴി നടക്കുന്നുണ്ട്. ഞങ്ങൾ ആദ്യം കുറച്ച് സമയം കാർഡിയോ വെച്ച് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. കുറച്ച് ഒരു 15 മിനിറ്റ് ഹൈ സ്പീഡിൽ നടക്കും. പിന്നെ മൊത്തത്തിൽ ഒരു 15 മിനിറ്റ് മൊത്തം കുറച്ച് സ്റ്റേഴ്സ് ഉണ്ടല്ലോ, അത് കയറും.
കുറച്ച് നേരം നടക്കും. അത് കഴിഞ്ഞിട്ട് കുറച്ച് വർക്കൗട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാൻ യാതൊരു കാരണവശാലും എൻ്റെ ചേച്ചി എന്ന് വർക്കൗട്ട് കാണിക്കാമെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എനിക്കതിനൊരു പ്രത്യേകത യോഗ്യതയൊന്നുമില്ല. ഒരു 4-5 വർഷമായിട്ട് വർക്കൗട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളതല്ലാണ്ട് ഇത് സിസ്റ്റമാറ്റിക്കായിട്ട് കാണിക്കാനോ ഏതൊക്കെ മസിൽ ഗ്രൂപ്പാണെന്ന് പറയാനോ അതിലോട്ട് അത്രയ്ക്ക് പറഞ്ഞു തരേണ്ട ഒരു യോഗ്യത എനിക്കില്ലാത്തതുകൊണ്ട് അതെനിക്ക് തോന്നുന്നു. നിങ്ങൾ യൂട്യൂബിലൊക്കെ ഇഷ്ടംപോലെ ചാനലുകളുണ്ടല്ലോ ഇത് ഇങ്ങനെ കറക്റ്റായിട്ട് ട്രെയിനിങ് കൊടുക്കുന്നത്. എനിക്ക് പക്ഷേ ഒരു കാര്യം പറയാൻ പറ്റും. നമ്മളൊരു 40+ ഒക്കെ ആകുമ്പം നമുക്ക് ശരിക്കും നമ്മുടെ ബോഡി ഒരു 30 ശേഷം 35 ശേഷം മസിൽ ബിൽഡിങ്ങിനെക്കാട്ടിലും ബോഡി എപ്പോഴും നമ്മളിൽ ഓൾറെഡി ഉള്ള ഇതിനെ യൂട്ടിലൈസ് ചെയ്യാനാണ്. മെയിൻ്റെനൻസും പിന്നെ ഡിസ്ട്രക്ഷനുമാണ് സ്റ്റാർട്ട് ചെയ്യുക. അതായത് നമ്മളിപ്പോൾ ബോണിൻ്റെ ഒക്കെ കാര്യത്തിൽ പഠിക്കുമ്പോൾ പറയും ഓസ്റ്റിയോക്ലാസ്റ്റ്, ഓസ്റ്റിയോബ്ലാസ്റ്റുകൾ. അപ്പോൾ ഓസ്റ്റിയോബ്ലാസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ബിൽഡ് ചെയ്യുന്നതാണ് നമ്മുടെ ബോണിലൊക്കെ. അത് കുറഞ്ഞിട്ട് ഓസ്റ്റിയോക്ലാസ്റ്റ് പോലത്തെ ഡിസ്ട്രക്റ്റ് ചെയ്യുന്ന സാധനങ്ങൾ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ സ്ത്രീകൾക്ക് ഈ ഓസ്റ്റിയോപോറസിസ് പൊതുവേ പറഞ്ഞാൽ എന്താ പറയും, മസിൽ തേയ്മാനം മാത്രമല്ല ജോയിൻറ്റ് തേയ്മാനം, അങ്ങനത്തെ പല പല കാര്യങ്ങളുണ്ടാവും. അതിനൊക്കെ ഒരു നല്ല ഇഫക്റ്റീവായിട്ടുള്ളൊരു റെമഡിയാണ് ഈ എക്സസൈസ് എന്ന് പറയുന്നതായിട്ട്. അത് സയൻറ്റിഫിക്കലി പ്രൂവൺ ആണ്. പക്ഷേ എനിക്കത് എക്സാമ്പിൾ എൻ്റെ ലൈഫിൽ ഭയങ്കരമായിട്ടും ഇതായിട്ടുള്ളതാണ് കേട്ടോ. നമുക്ക് ദിവസം മുഴുവനും ആ സ്റ്റാമിന നിൽക്കാനായിട്ടും നമുക്ക് നല്ല എനർജി തോന്നാനും. മെൻ്റൽ സ്റ്റാറ്റസാണ് വേറൊരു കാര്യം. നമ്മൾ സ്ഥിരമായിട്ട് ഒരു തരത്തിലുള്ള ഫിസിക്കൽ അധ്വാനങ്ങളും ഇല്ലാണ്ട് ഇരിക്കുന്ന ആൾക്കാരാണെങ്കിലോ ഭയങ്കരമായിട്ട് നമ്മുടെ മെൻ്റൽ സ്റ്റാറ്റസ് അത് അഫക്റ്റഡ് ആകും. പക്ഷേ സിസ്റ്റമാറ്റിക്കായിട്ട് നമ്മൾ നല്ല സ്ട്രെങ്ത് ട്രെയിനിങ്ങും വെയ്റ്റ് ട്രെയിനിങ്ങും കാർഡിയോ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു മെൻ്റൽ സ്റ്റാറ്റസും ചേഞ്ച് വരും. അപ്പം ഞാനൊരു മോട്ടിവേഷൻ പർപ്പസിൽ മാത്രം ഈ വീഡിയോ കാണിക്കുന്നതാണ്. എനിക്കും എൻ്റെ മോട്ടിവേഷൻ പോകും. പക്ഷേ എനിക്ക് ഏറ്റവും വലിയ ദൈവാനുഗ്രഹം എന്ന് പറഞ്ഞാൽ എൻ്റെ വീട്ടിൽ തന്നെ എനിക്ക് ഭയങ്കര മോട്ടിവേഷനാണ്. ഉന്തി തള്ളി പിടിച്ചു വലിച്ച് ഒക്കെ എവിടെയെങ്കിലുമൊക്കെ കൊണ്ട് ആക്കും. അപ്പോൾ എൻ്റെ ഇപ്പോഴത്തെ ട്രെയിനർ തോമസിന് പരിചയമുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ 2 ദിവസങ്ങളാണ് ട്രെയിനിങ്ങിന് പോണേ. അപ്പോൾ ആണെങ്കിൽ എന്താ പറയുക, ആ ഒരു നമുക്കെപ്പോഴും ഈ ട്രെയിനിങ് അല്ലെങ്കിൽ ഇങ്ങനത്തെ നമ്മൾ എന്തെങ്കിലും ഫിസിക്കൽ അസസ്മെൻറ്റ് അങ്ങനത്തെ കാര്യങ്ങൾ പോകുമ്പോൾ അവിടെ ഒരു ക്വസ്റ്റ്യനർ ഉണ്ടാവും. നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് മോട്ടിവേഷൻ കിട്ടുന്നുണ്ടോ? അതൊരു ഫാക്റ്റാണ് കേട്ടോ. നമുക്ക് നമ്മുടെ വീട്ടിലും ഒരു അക്കൗണ്ടബിലിറ്റി പാർട്ട്ണറൊക്കെ ഉള്ളത് നല്ലതാണ്. അപ്പോൾ പറഞ്ഞു വരുന്നതിൻ്റെ ചുരുക്കം എന്ന് പറഞ്ഞാൽ കെട്ടിയവനെയോ അമ്മായിമ്മേനെയോ അമ്മേനെയോ അപ്പനെയോ അല്ലെങ്കിൽ സഹോദരങ്ങളെ ഫ്രണ്ട്സിനെയോ ആരെങ്കിലും ഒക്കെ ഒരു അക്കൗണ്ടബിലിറ്റി പാർട്ട്ണറാക്കിയിട്ട് എക്സസൈസിന് വെക്കുകയാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മോട്ടിവേറ്റ് ചെയ്ത് ഈ കാര്യങ്ങളൊക്കെ നടന്നു പോകും. പിന്നെ നമുക്ക് കുറച്ച് സ്ട്രെങ്ത് ഒക്കെ വേണ്ടേ. എനിക്ക് കുനിയാൻ വയ്യ, എടുക്കാൻ വയ്യ, പിടിക്കാൻ വയ്യ, നടക്കാൻ വയ്യ, എന്നെ ആരെങ്കിലും എപ്പോഴും ഇങ്ങനെ താങ്ങിക്കൊണ്ട് ഇരിക്കണം. അതൊക്കെ രസമാണ് ഒരു യങ് ഏജിലൊക്കെ. അത് കഴിയുമ്പോൾ നമ്മൾ എന്താ പറയുക, നമ്മൾക്ക് താങ്ങണം. ഈ കാരണവന്മാർ പറഞ്ഞു കേട്ടില്ലേ, അവനവൻ്റെ കൈ അവനവൻ്റെ തലയുടെ അടിയിലിരിക്കണ ഒരവസ്ഥ എന്ന്. അത് ഇതുമായിട്ട് എത്ര യോജിക്കും എന്നറിയില്ല. പക്ഷേ നമ്മളെ ഒന്ന് ക്യാരി ചെയ്യാൻ നമ്മുടെ ബോഡിക്ക് പറ്റണം. എനിക്ക് മുട്ടുവേദന, നടുവേദനയൊക്കെ വരും കേട്ടോ. അസുഖങ്ങൾ കൊണ്ട് ഇങ്ങനെ പലതും വരുന്നവരുണ്ട്, നമുക്കും വരാം. പക്ഷേ ഒരു പരിധി വരെയൊക്കെ സെഡൻഡറി ആയിട്ടുള്ള ലൈഫ് മാറ്റിയിട്ട് എക്സസൈസ് ചെയ്യാനും ഒരു തോന്നൽ വരാൻ വേണ്ടി മാത്രം ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞു എന്നേ ഉള്ളൂ. തിരിച്ച് വീട്ടിൽ വന്നു കുറച്ച് നേരം റെസ്റ്റ് എടുത്തു കേട്ടോ. ഞങ്ങൾ ഫുൾ ബോഡിയായിരുന്നു ചെയ്തത്. തൈസ് ചെയ്തു, പിന്നെ ഹാംസ്ട്രിങ് ചെയ്തു, ബൈസെപ്സ്, ട്രൈസെപ്സ്, ചെസ്റ്റ്, ഇത്രയും ചെയ്തു. അത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം റെസ്റ്റ് എടുത്തു. നമ്മൾ കുറച്ച് നല്ലോണം സ്ട്രെച്ച് ചെയ്ത് ആഫ്റ്റർ എക്സസൈസും സ്ട്രെച്ച് ചെയ്തിട്ട് കുറച്ച് നേരം ഇരുന്നിട്ട്, പിന്നെ പിള്ളേരുണ്ടല്ലോ, നമുക്ക് അല്ലെങ്കിലും എക്സസൈസ് കുറച്ച് ചെയ്തെന്ന് പറഞ്ഞ് ദിവസം മുഴുവൻ റെസ്റ്റ് എടുക്കേണ്ട കാര്യമില്ല. ഞാൻ ഏതോ ഇതിൻ്റെ അടിയിൽ ഒരു കമൻറ്റ് കണ്ടു കേട്ടോ, നമ്മൾ എക്സസൈസൊക്കെ ചെയ്താൽ നല്ലോണം റെസ്റ്റ് എടുക്കണം. അത് ശരിയാണ്. പക്ഷേ അതിൻ്റെ അർത്ഥം എക്സസൈസ് ചെയ്തിട്ട് വന്ന് കിടന്ന് റെസ്റ്റ് എടുക്കണം എന്നല്ല. നമ്മൾ നമ്മുടെ ഡേ ടു ഡേ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റണം. ആക്റ്റീവായിട്ട് റിക്കവറി വേണം. പിന്നെ കഠിനാധ്വാനങ്ങൾക്കൊന്നും നിൽക്കരുത്. പിന്നെന്താ പറയുക, നല്ലോണം വെള്ളം കുടിക്കണം, നല്ല ഭക്ഷണം കഴിക്കണം, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മുടെ വീട്ടിലെ പണികളെന്ന് പറഞ്ഞാൽ എന്താ, ഇച്ചിരി വെള്ളം അടുപ്പത്ത് വെച്ചിട്ട് 4 മുട്ട ഇടണം, ഡിഷ് വാഷ്, പാത്രം കഴുകുക, തുണി അലക്കുക എന്നൊക്കെ പറയണ പഴയ പോലത്തെ ആയാസപ്പെട്ട പണികളൊന്നും നമുക്കില്ലല്ലോ. അപ്പം ഒരു അരമണിക്കൂറൊക്കെ ഞങ്ങൾ രണ്ടും അവിടെ നിന്ന് വർത്താനൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പതുക്കെ കുക്കിങ്ങിലോട്ട്. രാവിലെ പിള്ളേർ ആ സമയത്ത് നമ്മൾ വീട്ടിലെത്തി 8:30 ആയി. ഇനി എനിക്ക് അപ്പം മാത്രം ഉണ്ടാക്കിയാൽ മതിയേ. അപ്പം ഞാൻ അതിൻ്റെ കാര്യങ്ങൾക്കോട്ട് പോവാണ്. ഞാൻ ഓൾറെഡി ഗ്രീൻ പീസിൻ്റെ കറി തലേദിവസം വൈകിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ പിന്നെയും വിഷയത്തിൽ നിന്ന് തെന്നി മാറി. ഞാൻ പറയാൻ വന്ന കാര്യം എന്താ വെച്ചാൽ, നമുക്കുണ്ടല്ലോ ഈ സമയം ഇല്ല എന്നുള്ളത് ഒരു ജെന്യൂൻ ആയിട്ടുള്ള ഒരു പരാതിയാണ്. നമുക്ക് എല്ലാവർക്കും ചിലപ്പോൾ തോന്നാറുണ്ട്.
എനിക്ക് സമയമില്ല എന്ന് തോന്നുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ പിള്ളേർക്ക് 2 പേർക്കും ഒരേ സമയത്ത് 1-2 ആക്ടിവിറ്റീസ് നമുക്ക് ഭയങ്കര തിരക്ക്, അല്ലെങ്കിൽ നമ്മളെ ആരെങ്കിലും എന്തെങ്കിലും ഒരു കാര്യത്തിന് വിളിച്ചു അപ്പോൾ ഏത് ഇത് ക്യാൻസൽ ചെയ്യണം, പിന്നെ ഒത്തിരി ചില ജോലി സംബന്ധമായ നല്ല തിരക്ക്, അല്ലെങ്കിൽ ലൈഫിൽ തന്നെ നമുക്ക് പല 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 തിരക്കുകൾ വരുമല്ലോ. അങ്ങനെ വരുമ്പം സമയമില്ല എന്നുള്ളത് ഒരു പരാതി ഒരു നമുക്ക് വരും, അങ്ങനെ ഒരു ഫീലിംഗ് നമുക്ക് തോന്നും. അപ്പോൾ ഒറ്റ വഴിയേ ഉള്ളൂ, പ്രയോറിറ്റൈസ് ചെയ്യുക. എന്താണ് നമുക്ക് അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ അത് ചെയ്യുക, അത്യാവശ്യമില്ലാത്ത ചില കാര്യങ്ങളൊക്കെ പിന്നത്തേക്ക് മാറ്റി വെക്കുക. വേറെ ഒരു കാര്യം എനിക്കെപ്പോഴും ഇഫക്റ്റീവായിട്ട് തോന്നുന്നത്, ഞാൻ എൻ്റെ പ്ലാനിങ്, അതായത് മോട്ടിവേഷൻ പോണൊരവസ്ഥയുണ്ടല്ലോ, നമുക്ക് മതി, മടുപ്പ്, എനിക്ക് വയ്യ, മടിയാണ്, അങ്ങനത്തെ ഒക്കെ ഒരു തോന്നൽ വരുന്ന, സ്വാഭാവികമായിട്ട് എല്ലാവർക്കും വരുന്ന ഒരു കാര്യമായിരിക്കണം അത്. അപ്പോൾ നമ്മുടെ പ്ലാനിങ്ങിന് നമ്മൾ കുറച്ച് പുറകോട്ട് പോകും. നമ്മൾ പിന്നെ ചില ഫ്രീ ആയിട്ട് ചെയ്യേണ്ട ചില കാര്യങ്ങൾ ചെയ്തു എന്ന് വരില്ല. അങ്ങനെയൊക്കെ വരുമ്പോൾ അതിങ്ങനെ ഒരു റിപ്പിൾ ഇഫക്റ്റാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാനൊരു വീക്ക്ലി പ്രിപ്പറേഷനും ഈവനിങ് പ്രിപ്പറേഷനും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് കുറച്ചും കൂടെ സ്മൂത്താണ് ഡേയ്സും, ഒരു മോർണിംഗും ഈവനിങ്ങും സ്കൂളിലോട്ട് അവരെ വിടുന്ന സമയം, സ്കൂളിൽ നിന്ന് പിക്ക് ചെയ്യുന്ന ടൈമും ഒക്കെ ഒരു സ്മൂത്താണ്. പിന്നെ വേറൊരു കാര്യം, നമ്മൾ എപ്പോഴും ഒരു കുടുംബത്തിൽ ചെറിയ ന്യൂക്ലിയർ ഫാമിലിയാണെങ്കിൽ ഹസ്ബൻഡും വൈഫും പിള്ളേരും എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഹെൽപ്പ് ചെയ്യണമല്ലോ. ഇനി അതല്ല നമ്മളൊരു കൂട്ടുകുടുംബത്തിൽ താമസിക്കുന്നെങ്കിൽ നമ്മൾ അമ്മയും അപ്പനും അമ്മായിയമ്മയും സഹോദരങ്ങളും എല്ലാവരും അവരവരുടെ ഭാഗങ്ങളൊക്കെ ചെയ്താൽ തന്നെയുള്ളൂ കാര്യങ്ങൾ ശരിക്കും പോകത്തുള്ളൂ. അതിലിപ്പം ഞാൻ കുറച്ച് ഉഴപ്പുവാണെങ്കിൽ അതിൻ്റെ ഒരു റിപ്പിൾ ഇഫക്റ്റ് എല്ലായിടത്തും വരും. അതുപോലെ തന്നെ ഇപ്പം നമ്മുടെ പാർട്ട്ണറോ അല്ല നമ്മുടെ അമ്മയോ അമ്മായിമ്മയോ ഒക്കെ ഒന്ന് പുറകോട്ട് നിൽക്കുകയാണെങ്കിൽ നമ്മളെയൊക്കെ അത് ഇമ്പാക്റ്റ് ചെയ്യും. അപ്പം ഏറ്റവും നമുക്ക് അത്യാവശ്യമുള്ള കാര്യം റിലേഷൻഷിപ്പ് നമ്മൾ ഹാപ്പി ആയിട്ട് കൊണ്ടുപോകണം. അപ്പോൾ റിലേഷൻഷിപ്പ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുമ്പം ശരിക്കും നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു എന്താ പറയുക, നമുക്ക് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും കോംപ്ലിമെൻറ്റ് ചെയ്യാൻ തോന്നും. അപ്പം പ്ലാനിങ് മാത്രം പോരാ, നമ്മുടെ ചുറ്റുമുള്ളവരെയും കൂടെ ആ ഒരു, എപ്പോഴും പറയില്ല നമ്മുടെ സന്തോഷം നമ്മുടെ സന്തോഷം നമ്മുടെ സ്വന്തമാണ്, നമ്മളിലാണ് നമ്മുടെ സന്തോഷം എന്നൊക്കെ. ഇതൊക്കെ വെറുതെ ഈ മോട്ടിവേഷൻ കൂട്ടാൻ വേണ്ടിയിട്ട് ആൾക്കാർ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ നമ്മൾ പറഞ്ഞത് ശരിയാണ്. നമ്മുടെ സന്തോഷമൊക്കെ നമുക്ക് ഫീൽ ചെയ്യണം, സെൽഫായിട്ട് ഫീൽ ചെയ്യേണ്ട സാധനം, മറ്റൊരാൾക്ക് നമുക്ക് ഫീൽ ചെയ്യാനൊന്നും പറ്റില്ല. പക്ഷേ ഉണ്ടല്ലോ, നമുക്ക് ഒരിക്കലും നമ്മുടെ ചുറ്റുമുള്ളവരെ ഭയങ്കരമായിട്ടും എന്താ പറയുക, അവരുമായിട്ട് സഹകരിക്കാണ്ട് അവരെ ഒക്കെ എല്ലാവരെയൊക്കെ ഒന്ന് കൺസിഡർ ചെയ്യാണ്ട് എനിക്ക് ഭയങ്കര സന്തോഷം വേണം, പക്ഷേ ഇതൊക്കെ എനിക്ക് തോന്നുന്ന പോലെ ചെയ്യും. നമ്മൾ വർക്കിലൊക്കെ ശ്രദ്ധിച്ചാൽ അറിയാം കേട്ടോ, ഭയങ്കര ബൗണ്ടറീസ് കീപ്പ് ചെയ്യുന്നവരും ഭയങ്കരമായിട്ട് ഒട്ടും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാത്തവരും ഒക്കെ അവരായിരിക്കും എപ്പോഴും കംപ്ലയിൻറ്റ് ചെയ്യുന്നത്. അയ്യോ എന്തൊരു ഇതാണ്, എന്തൊരു മോശം ജോലിയാണ്, എന്തൊരു മോശം മാനേജറാണ്, എന്തൊരു ഇതാണ് എപ്പോഴും വർക്കിനെ കുറിച്ച് കംപ്ലയിൻറ്റ് ചെയ്യുന്നവരൊന്ന് ശ്രദ്ധിച്ചാൽ അറിയാം. അവരായിരിക്കും ആ സ്ഥലത്ത് ഒരു തരത്തിലും നമുക്ക് സഹകരിക്കാൻ പറ്റാത്തവരായിരിക്കും, അല്ലേ? അതുപോലെ തന്നെയാണ് കുടുംബത്തിലും നമ്മൾ എല്ലാം ഇത് നമ്മൾക്ക് കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് പോകണമെന്നുണ്ടെങ്കിൽ നമ്മളെന്താ പറയുക, വഴക്കും ബഹളമൊന്നും ഇല്ലാണ്ട് കുശുമ്പും കുന്നായ്മയൊന്നും ഇല്ലാണ്ട് കുറച്ച് പോയാൽ തന്നെ ഉള്ളൂ. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മളോട് ആർക്കും ആ ഒരു സഹതാപം എന്നല്ല ഞാൻ പറഞ്ഞത്, നമുക്കൊരു കൺസിഡറേഷൻ എന്ന് പറയത്തില്ല. നമ്മുടെ മക്കൾ ഇപ്പോൾ സമയത്ത് സ്കൂളിൽ പോകണം എന്നുള്ളത് നമ്മുടെ ഒരു ആവശ്യം പോലെ നമ്മൾ കണക്കൂട്ടുന്നത്, അല്ലേ? അപ്പോൾ ആ ഒരു തോന്നൽ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാ മക്കൾക്ക് മാത്രമല്ല എല്ലാ ബന്ധങ്ങളിലും വരണമെങ്കിൽ നമ്മൾ അവരുടെ കാര്യം അങ്ങോട്ടും കൺസിഡർ ചെയ്യണം. എപ്പോഴും എല്ലാവർക്കും പറ്റണമെന്നില്ല, പക്ഷേ നമുക്കിടയ്ക്ക് ആ തോന്നലുണ്ടാവുമ്പം നമ്മുടെ കയ്യിലൊക്കെ എന്തെങ്കിലും തെറ്റുകുറ്റമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അതിനൊക്കെ ഒരു ക്ഷമ പറയുമോ അതല്ലെങ്കിൽ പിന്നീട് അങ്ങനെ ചെയ്യാതിരിക്കുകയോ ഒക്കെ ചെയ്ത് നോക്കുക. അപ്പം നമുക്ക് കുറച്ച് വ്യത്യാസം നമ്മുടെ ലൈഫിൽ എല്ലാ മേഖലകളിലും വന്നു എന്ന് തോന്നും. നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടോ, അപ്പം മാത്രമേ രാവിലെ ഉണ്ടാക്കണ്ടോ, അതിന് എളുപ്പം കഴിയുള്ളൂ. ഗ്രീൻ പീസ് കറി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, പിന്നെ മുട്ട പുഴുങ്ങിയതും പഴം പുഴുങ്ങിയതും ഒക്കെ ആയിട്ട് നല്ല നാടൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. പിന്നെ ഇവർ കുറച്ച് മാതള നാരങ്ങയൊക്കെ പൊട്ടിപ്പൊളിച്ച് കഴിച്ചു. കുറച്ച് നേരം നമ്മൾ VR കളിക്കുകയോ റിലാക്സ് ഒക്കെ ചെയ്തിട്ട് ഇനി നമുക്ക് ലഞ്ച് പ്രിപ്പറേഷനിലോട്ട് പോകാമേ. കഴിഞ്ഞൊരു വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ, ഗ്രോസറി ഹോള്, അതിന് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ, ബീഫ് മേടിച്ചത് സ്റ്റേക്ക് കട്ടായിരുന്നു മേടിച്ചിരുന്നത്. അപ്പോൾ ഇന്ന് റോസ്റ്റഡ് ക്യാരറ്റും പൊട്ടറ്റോയും സ്റ്റേക്കും കഴിക്കാമെന്ന് വിചാരിച്ചു. എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ലഞ്ചാണ് കേട്ടോ. നല്ല ഫില്ലിംഗ് ആണ്, നല്ല ഹെൽത്തി ആണ്, നല്ല റിച്ച് ന്യൂട്രീഷനാണ്. പക്ഷേ ഈ പറഞ്ഞ പോലെ ബീഫൊക്കെ ഉലർത്തി കറി വെച്ച് വഴറ്റി കയറ്റിയൊന്നും ഉണ്ടാക്കണ്ട, ഷടപട എന്ന് കാര്യം നടക്കും. അപ്പോൾ പൊട്ടറ്റോ നമ്മൾ കുറച്ച് റോസ്റ്റ് ടൈപ്പ് പൊട്ടറ്റോ, റോസ്റ്റ് ചെയ്യാൻ പറ്റുന്ന പൊട്ടറ്റോ അങ്ങനെ മേടിക്കാൻ കിട്ടുമല്ലോ, അത് സാധാരണ പൊട്ടറ്റോ തന്നെ എന്ന് ഞാൻ വിചാരിക്കുന്നു. അതിനെ കുറച്ച് വലിയ കഷ്ണമായിട്ടും കട്ട് ചെയ്തോളൂ. പിന്നെ ക്യാരറ്റും കുറച്ച് വലിയ കഷ്ണമായിട്ട് കട്ട് ചെയ്യാം. എന്നിട്ട് ഞാനിത് രണ്ടും കൂടെ നന്നായിട്ട് തൊലിയൊക്കെ കളഞ്ഞിട്ടാണ്. ചിലർ തൊലിയോട് കൂടി തന്നെ വെക്കും, ഇവിടെയൊക്കെ എല്ലാവരും തൊലിയോട് കൂടി തന്നെ റോസ്റ്റ് ചെയ്യുന്ന കാണാം.
പക്ഷെ ഞാൻ പിന്നെ ഇവർ തൊലിയൊക്കെ അതിനിടയ്ക്ക് കളഞ്ഞില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് തൊലി കളഞ്ഞ് ക്യാരറ്റും നമ്മുടെ ഉരുളക്കിഴങ്ങും കൂടെ വലിയ വലിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞ് കഴുകി നന്നായിട്ട് വെള്ളമൊക്കെ വാറ്റിയെടുക്കാം. ഇനി നമുക്കിത് മാരിനേറ്റ് ചെയ്യാമേ. ഞാൻ കുറച്ച് ഉപ്പിട്ടിട്ടുണ്ട്. അത്യാവശ്യത്തിന് ഉപ്പിടണം, എന്നാലേ നമ്മൾ അതിനകത്തോട്ട് പിടിക്കണമല്ലോ. ഇത് വലിയ അധിക സമയമൊന്നും മാരിനേറ്റ് ചെയ്തൊന്നും നമ്മൾ വെക്കണില്ല. പിന്നെ ഉള്ളത് ഞാൻ കുറച്ച് ഒലിവ് ഓയിൽ, പ്രത്യേകിച്ച് ഇങ്ങനെ അളവില്ല കേട്ടോ, അത് നമ്മളിപ്പോൾ ഞാൻ മുന്നേ പറഞ്ഞല്ലോ, അങ്ങനെ ചെയ്ത് ഒരു ശീലം. കുറച്ച് ഒലിവ് ഓയിൽ അതിനകത്തോട്ടൊന്ന് സ്പ്രിങ്കിൾ ചെയ്തു. പിന്നെ ഉള്ളത് ഇറ്റാലിയൻ സീസണിങ് ആണ്. ഒരു തുള്ളി ഇട്ടാൽ മതി, 1 ടേബിൾ സ്പൂൺ. ഞാൻ പക്ഷേ ഒരിച്ചിരി ഏറെ ഇട്ടു കേട്ടോ. കുറച്ചേറെ ഇട്ടാൽ കുറച്ചേറെ രുചി വരുന്നോ മറ്റോ ഉള്ള ഒരു അന്ധവിശ്വാസം കൊണ്ടാണെന്ന് തോന്നുന്നു. പക്ഷേ അങ്ങനൊന്നുമില്ല, നമ്മൾ ആവശ്യത്തിന് ഇട്ടാൽ മതി. ഇറ്റാലിയൻ സീസണിങ്ങിനകത്ത് നമ്മൾ എന്താ പറയുക, എല്ലാ കടയിലും മേടിക്കാൻ കിട്ടുമല്ലോ. അതിപ്പോൾ ആ ഒരു പിസയ്ക്കകത്തൊക്കെ ഇടുന്നതില്ലേ, അതുപോലെ ഏതെങ്കിലും ഒരു സീസണിങ്ങൊക്കെ ഇട്ടാൽ മതി. ഇനി ഒന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് ക്രഷ് ചില്ലിയൊക്കെ ഇട്ടാൽ ഇത് റോസ്റ്റ് ചെയ്യാൻ വേണ്ടി റെഡിയായിട്ട് വന്നോളും. വേറെ നമ്മൾ ഇഞ്ചിയും ഗാർലിക് അങ്ങനത്തെ സാധനങ്ങളൊന്നും ഇടുന്നുണ്ട്, അപ്പോൾ ടേസ്റ്റ് മാറിപ്പോവും. പിന്നെ ഞാൻ സ്റ്റേക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് ഞാൻ മുന്നേ പറഞ്ഞ പോലെ നമ്മൾ കഴിഞ്ഞതിന് മുമ്പ് തൊട്ട് മുമ്പത്തെ ഗ്രോസറി ഹോളിൽ കാണിച്ചല്ലോ. ഞാൻ എന്നിട്ടൊന്ന് കഴുകിയിട്ട് നല്ല ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് ഒപ്പിയെടുക്കും കേട്ടോ. ഇതിനിടയ്ക്ക് എന്നോട് ആരോ വീഡിയോയിൽ തന്നെ പറയണ്ടായിരുന്നു, ചേച്ചി മീറ്റ് ഒന്നും കഴുകണ്ടെന്നാണ് പറയണതെന്ന്. മീറ്റ് കഴുകണം കേട്ടോ. നമ്മൾ ഉപയോഗിക്കുന്ന തൊട്ട് മുമ്പ് കഴുകി എടുക്കുന്നത് നല്ലത്. കൊമേഴ്ഷ്യലി അവർ വാഷ് ചെയ്ത് തരുന്നത്, പക്ഷെ അത് അവർ കൊമേഴ്ഷ്യലി വാഷ് ചെയ്യുന്നതല്ലേ. അപ്പം നമ്മൾ നമ്മുടെ സന്തോഷത്തിന് ഒന്നും കൂടെ വാഷ് ചെയ്യുക. ഇനി നിങ്ങൾക്ക് വാഷ് ചെയ്യേണ്ടെന്നാണ്, അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ ഞാൻ എന്താ പറയുക, ഫുഡ് ഇൻസ്പെക്ഷനിലൊക്കെ വളരെ എക്സ്പേർട്ടായിട്ടുള്ള ആൾക്കാരൊക്കെ പറയണത് കേട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. റോസ്മറിയാണ് കേട്ടോ ഇതിനകത്ത് നമ്മൾ അതിൻ്റെ ഫ്ലേവറിന് വേണ്ടി ആഡ് ചെയ്യുന്നത്. അത് പിന്നീടാണ്. അപ്പോൾ ഞാൻ അതൊക്കെ ഉണ്ടോയെന്നൊന്ന് നോക്കി വെച്ചതാണ്. ഇനി നമുക്കിത് മാരിനേറ്റ് ചെയ്യാം. ആക്ച്വലി സ്റ്റേക്ക് കട്ട് കുറച്ചും കൂടെ തിന്നായിട്ടാണ് ആണെങ്കിൽ കുറച്ചുകൂടെ നല്ലത്. പക്ഷേ ഇത് കുറച്ച് തിക്കാതെ കുഴപ്പമില്ല, റൗണ്ട് കട്ടാണല്ലോ ഇത്. അതുകൊണ്ട് നമുക്കതനുസരിച്ച് ചൂടൊക്കെ അഡ്ജസ്റ്റ് ചെയ്താൽ മതി. ഇതിനെ കുത്തി കുറച്ച് തുളയൊക്കെ ഇടുന്നുണ്ട്, അതിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. പക്ഷെ എനിക്ക് അവസാനം നമ്മൾ ആ ബട്ടറും ഓയിലും റോസ്മറി എല്ലാം കൂടെ മിക്സ് ചെയ്യുന്ന അതൊക്കെ അതിനകത്തോട്ടൊന്ന് പിടിക്കണം, അപ്പോഴാണ് നല്ല ടേസ്റ്റ് വരുന്നത്. ഞാൻ ഇനി മാരിനേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപ്പിട്ടു ഇതിൻ്റെ മേളിൽ കൂടെ. ഇങ്ങനെ നമ്മുടെ ഈ ഒരു സ്പ്രിങ്കിൾ ചെയ്ത് ഉപ്പിട്ടാൽ മതി, കാരണം നമ്മൾ ഇതിങ്ങനെ മസാജ് ചെയ്ത് പിടിപ്പിക്കുകയല്ലേ ചെയ്യുന്നത്. അതുകൊണ്ട് വേറെ അരപ്പ് മിക്സ് ഒന്നും ചെയ്യുന്നില്ല. ഞാൻ ഓരോരോ മസാലയായിട്ട് അതിൻ്റെ മേളിലോട്ട് തന്നെ ഇട്ടിട്ട് അങ്ങോട്ട് തിരുമ്മി കൂട്ടിയെടുക്കും. ഇതിനിടയ്ക്ക് എൻ്റെ വോയിസ് ഓവർ കൊടുക്കണം, വോയിസ് ഒന്നും കേൾക്കണല്ലോ. അപ്പം ഞാൻ എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ, ഞാൻ ഒരു പ്രാവശ്യം പറഞ്ഞാവില്ല പിന്നെ പറയണത്. നമ്മൾ പ്രത്യേകിച്ച് എഴുതി വെച്ചിട്ടൊന്നും പറയുന്നതല്ലോ. ഈ കണ്ടതും കേട്ടതും പറയണതുകൊണ്ട് എനിക്കങ്ങ് സങ്കടം വന്നിട്ട് വയ്യ. നമ്മൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് സമയം പോകുമെന്ന് പറയില്ലേ, ഒരു 25 മിനിറ്റിൻ്റെ വീഡിയോയ്ക്ക് ഞാൻ 1 മണിക്കൂറായി വോയിസ് ഓവർ കൊടുത്തുകൊണ്ടിരിക്കണം. ഓരോ പ്രാവശ്യം കൊടുക്കും, അത് അതിനകത്തോട്ട് ഫീഡ് ആവുന്നില്ല. അപ്പം ഞാൻ ബ്രേക്ക് ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു. എന്താണോ എനിക്ക് തോന്നുന്നത്, ഫോണൊക്കെ ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യേണ്ട സമയമായെന്ന് തോന്നുന്നു. പിന്നെ ഇതിന് തൊട്ട് മുമ്പ് ഞാൻ നല്ലോണം ഇച്ചിരി ഒരു കുരുമുളക് ഇട്ടു. പിന്നെ ഇപ്പോൾ ഇടുന്നത് ഒരു സ്റ്റേക്ക് സീസണിങ് ആണ്. ഇതിനകത്ത് ഇൻഗ്രീഡിയൻസ് വേറൊന്നുമല്ല, നമ്മുടെ ക്രഷ് ചില്ലി ഉണ്ടല്ലോ, ക്രഷ് ചില്ലിയും ഗാർലിക് പൗഡറും കുറച്ച് ഇങ്ങനെ പാപ്രിക്ക അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ്. ഇപ്പോൾ ഒന്നും ഇല്ലെങ്കിലും സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് ക്രഷ് ചില്ലിയും കുറച്ച് ഉപ്പും കുരുമുളകും ഇട്ടാൽ തന്നെ സ്റ്റേക്ക് നല്ല റെഡിയായിട്ട് വരും. ഞാൻ പണ്ട് ഞാൻ അയർലൻഡിൽ പോയത് എനിക്കൊരു 10-23 വയസ്സുള്ള സമയത്താണ്. എന്നെ ആ സമയത്ത് വളരെ ശിശുവായും വളരെ യങ് ആയിട്ടുമാണ് ആ സമയത്ത് എന്നെ ഇപ്പോഴും കാണുന്നത്. നമുക്കെന്താ ലോകപരിചയം ഒന്നുമില്ല. ആകെയുള്ള ലോകപരിചയം കോട്ടയത്ത് നിന്ന് ട്രിവാൻഡ്രത്ത് പോയി അവിടുത്തെ ഹോസ്റ്റലിൽ നിന്ന് പിടിച്ചു. അപ്പോൾ ഈ നഴ്സിംഗ് ഹോസ്റ്റൽ ഗവൺമെൻറ് ഹോസ്റ്റലായതുകൊണ്ട് അതിൻ്റേതായ കുറച്ച് ഫ്രീഡമൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞാലും, നമ്മളൊരു കുഞ്ഞു മെഡിക്കൽ കോളേജ് ക്യാമ്പസിനകത്തല്ലേ, കൂടിപ്പോയാൽ ഏതെങ്കിലും ഫ്രണ്ട്സിൻ്റെ വീട്ടിലൊക്കെ പോകും, അത്രയൊക്കെ തന്നെയുള്ളൂ. അത് കഴിഞ്ഞ് നമ്മൾ അയർലൻഡിലെത്തിയപ്പം നമ്മുടെ നാട്ടിൽ നിന്ന് പറഞ്ഞാൽ അവിടെയൊക്കെ ഇങ്ങനെ പച്ച അരച്ച് കഴിക്കുന്നവരാ, പുഴുങ്ങിയിട്ട് അരച്ച് കഴിക്കുക, എന്തോ പട്ടിണി ദാരിദ്ര്യം പിടിച്ച സ്ഥലത്താണ് ഈ യൂറോപ്യന്മാർ, സായിപ്പും മദാമ്മമാരൊക്കെ അങ്ങനെ ഒരു ടേസ്റ്റ് ഇല്ലാണ്ട് അവർക്ക് കഴിക്കാം. നമ്മുടെ ഫുഡല്ലേ ഏറ്റവും വലിയ ടേസ്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ ഒരു മലയാളികളുടെ അഭിമാനം ഫുഡാണല്ലോ, അത് പറഞ്ഞിട്ടാണ്. നമ്മുടെ ബീഫൊക്കെ എന്ത് രസമല്ലേ, നമ്മൾ കുരുമുളകും ഇതൊക്കെ ഇട്ട് വരട്ടിയൊക്കെ വെക്കണം ബീഫ്. പക്ഷേ ഇത് നിങ്ങൾ കേൾക്കുമ്പോൾ കുറേ പേര് ചിലപ്പം എന്താ പറയുക എതിരഭിപ്രായം ഉണ്ടാവും. പക്ഷേ എനിക്ക് തോന്നുന്നത് എല്ലാത്തിനും അതിൻ്റേതായ ഒരു ടേസ്റ്റും ഫ്ലേവറൊക്കെ ഉണ്ട്. നമ്മൾ ആക്ച്വലി ഇറച്ചീനെയും മീനിനെയൊക്കെ അതിൻ്റെ ഇങ്ങനെ മസാലകളിലിട്ട് അതിൻ്റെ ടേസ്റ്റ് കളഞ്ഞിട്ട്
മസാലയുടെ ടേസ്റ്റാണ് കഴിക്കണത്. നമുക്ക് ഈ ബീഫ് വെക്കണ അതേ മസാല തന്നെ നമ്മൾ പോർക്കിലും വെക്കും, നമ്മൾ ചിക്കനിലും ഇടും, കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി. ഇപ്പം മീനൊക്കെ വെച്ചാൽ മീനിൻ്റെ ടേസ്റ്റ് എല്ലാം പുളിയും ഇതൊക്കെ വെച്ചിട്ടല്ലേ, നമ്മൾ ആ മസാലകളുടെ ടേസ്റ്റിനെയാണ് നമ്മൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നത്. ആക്ച്വലി ഈ മീറ്റിനൊക്കെ അതിൻ്റേതായ ഒരു ഫ്ലേവറുണ്ട്, പച്ചയ്ക്ക് കഴിക്കണവരെ അല്ല കേട്ടോ പറയണേ എന്നെനിക്ക്. പിന്നെ അതായത് ഇപ്പോൾ അപ്പം ഞാൻ ആദ്യം ഒന്നും കഴിക്കില്ല, അല്ലാണ്ട് ചെന്നപ്പോൾ അതൊന്നും ആര് റെസ്റ്റോറൻറ്റിലൊക്കെ പോയാലും എന്തെങ്കിലും അറിയാവുന്നതൊക്കെ കഴിക്കാൻ പറ്റുമെന്ന് നോക്കും, അല്ലെങ്കിൽ മേടിച്ചിട്ട് കഴിക്കാണ്ടൊക്കെ ഇരിക്കും. പിന്നെ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോഴാണ് മനസ്സിലായത് ആക്ച്വലി ബേക്ക് ചെയ്യുന്നതിനും സ്റ്റേക്കിനും ഒക്കെ അതിൻ്റേതായ ഒരു ടേസ്റ്റ് ഉണ്ടെന്നുള്ളത്. പിന്നെ എളുപ്പമാണല്ലോ, നല്ല എളുപ്പമാണ് ഇത് ചെയ്യാൻ. നമ്മൾ സ്ഥിരമായിട്ടൊന്നും വെസ്റ്റേൺ ടൈപ്പ് കുക്ക് ചെയ്യുന്നവരല്ല കേട്ടോ. കാരണം നമ്മൾ ഫുഡെന്ന് പറഞ്ഞാൽ പഠിച്ചത് ആണല്ലോ നമ്മുടെ നാവിന് ഏറ്റവും ടേസ്റ്റ് തരുന്നത്. അതുകൊണ്ട് മിക്കവാറും നമ്മൾ ചിക്കൻ കറി, ബീഫ് കറി, അല്ലെങ്കിൽ ചിക്കൻ വറുത്തത്, മീൻ വറുത്തത് അങ്ങനെയൊക്കെ തന്നെ ഉണ്ടാക്കാം. എന്നാലും ഇടയ്ക്കൊരു പക്ഷേ പിള്ളേർ വലുതായപ്പം അവർക്കിത് രണ്ടും ഡിഫറൻഷ്യേറ്റ് ചെയ്തിട്ട് അവർക്ക് കുറച്ചുകൂടി ടേസ്റ്റി ആയിട്ട് തോന്നുന്നത് ഈ ബ്ലാൻഡ് ആയിട്ടുള്ള സാധനങ്ങളാണ്. അപ്പോൾ നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിരുന്ന ആ ഒരു പൊട്ടറ്റോയും ക്യാരറ്റും കൂടെ ഞാൻ എയർ ഫ്രയറിൽ ഒന്ന് ബേക്ക് ചെയ്യാൻ വെച്ചു. ഇനി നമുക്ക് നമ്മുടെ സ്റ്റേക്ക് ഉണ്ടാക്കാം. അപ്പം ഞാൻ ഈ ഇരുമ്പിൻ്റെ പാനിൽ ഉണ്ടാക്കണം. അതല്ലെങ്കിൽ നല്ല സെഡാർ വുഡ് കട്ട് ഇങ്ങനെ സ്റ്റേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയുള്ള പ്ലേറ്റ് പോലത്തേത് കിട്ടുമല്ലോ, അതൊന്നും നമുക്കില്ല. നമ്മൾ സ്റ്റിൽ നാടൻ കനേഡിയൻ കോമ്പിനേഷനാണ് നമ്മുടെ ജീവിതം എന്ന് പറയണത്. അപ്പോൾ ഞാനൊരു ഇരുമ്പിൻ്റെ പാത്രത്തിൽ ഇച്ചിരി ഒലിവ് ഓയിലാണ് ഇടുക. ശരിക്കും ഇതിനകത്ത് നല്ലോണം ഇച്ചിരി ബട്ടർ ഇടണം കുറച്ച് കഴിയുമ്പോൾ. ആ ബട്ടറാണ് ഇതിനൊരു മോയ്സ്ചർ റീഗെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് ഈ ഒരു സ്റ്റേക്കിൻ്റെ പീസിന്. ഇതിപ്പോൾ എന്നിട്ട് ഒരു പീസ് എടുത്ത് ഇതിനകത്തോട്ടിടുക. എന്നിട്ട് ആ ഒരു സൈഡ് നന്നായിട്ട് സിയറിങ് അങ്ങനെ ഉണ്ടല്ലോ പറയുന്നതിന്, ആ ഒരു സ്ഥലം നല്ല അതിൻ്റെ കളറ് മാറി ബ്രൗൺ ആയിട്ട് വരുമ്പം വേണം നമ്മൾ മറിച്ചിടാൻ വേണ്ടിയിട്ട്. അപ്പം ഇതിനിടയ്ക്ക് ഇപ്പോൾ ബട്ടറൊക്കെ ഇടണ്ടായിരുന്നു, പക്ഷേ ഞാൻ വീഡിയോ എടുക്കുന്ന നിങ്ങളോട് ഈ പറഞ്ഞു തരുന്നതിൻ്റെ ആക്രാന്തത്തിൽ അതങ്ങ് മറന്നുപോയി. അപ്പോൾ അതിൻ്റെ മറ്റേ സൈഡിൻ്റെ കളർ മാറിയുണ്ടോ, ഈ ഒരു പരുവത്തിൽ മറിച്ചിട്ടു. പിന്നെ നിങ്ങൾക്ക് ഇവിടെ കാർബൺ മോണോക്സൈഡ് പുകയുടെ ഒക്കെ സാധനമൊക്കെ അടിക്കുന്നതാണെങ്കിൽ അതൊക്കെ സൂക്ഷിച്ചിട്ടുണ്ട്. അങ്ങനെ കിടന്ന് കുറച്ച് പുകയും ഞാൻ അടുക്കളയുടെ കഥകളോടൊക്കെ തുറന്നിട്ടുണ്ട്. ഇനിയിപ്പം ഞാൻ വിചാരിച്ചു നല്ല ഒരു വലിയ കഷ്ണം ബട്ടർ അതിനകത്തോട്ട് നമ്മൾ മുറിച്ചിട്ടിടണം. അപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ഇതിന് അല്ലെങ്കിൽ ഇങ്ങനെ ഡ്രൈ ആയിപ്പോവും. അപ്പോൾ ഡ്രൈ ആകാതിരിക്കാൻ ഇത് തൊട്ട് മുമ്പേ ചെയ്യേണ്ടതായിരുന്നു. പക്ഷേ ഞാൻ മുന്നേ പറഞ്ഞ പോലെ വീഡിയോ എടുപ്പും അതിനപ്പുറത്ത് VR കളിയും ഒക്കെ ആയപ്പോഴത്തേന് പിന്നെ അതിൻ്റെ കൂടെ ഞാൻ കുറച്ച് ക്ലീനിങ് ഒക്കെ ചെയ്യുന്നുണ്ട്. അതൊരു വേറൊരു വീഡിയോ ആയിട്ട് വീക്കെൻഡ് ക്ലീനിങ് കാണിക്കാൻ വേണ്ടി ഞാനത് ലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ 2-3 നമ്മുടെ റോസ്മെരി ചേച്ചി ഉണ്ടല്ലോ, അതങ്ങ് കട്ട് ചെയ്ത് അതിനകത്തിടണം. എന്തൊരു മണം എന്ന് പറയുക നമ്മുടെ വീടിനകത്ത്. ഇങ്ങനെ ഒരു മെനകെട്ട മസാലയുടെ വാടയല്ല, ഈ റോസ്മെരിയും ബട്ടറും എല്ലാം കൂടെ ഇടുമ്പോൾ നല്ല ഒരു രസമുള്ള, ഇവിടെ എലി പത്താഴത്തിൽ നിന്ന് വരുന്നത് എന്ന് പറഞ്ഞ പോലെ ഈ അടുക്കളയിൽ കാണാത്ത പിള്ളേരൊക്കെ തപ്പി വരുന്നുണ്ട്, എന്താ നല്ല മണം വരുന്നതെന്ന് ചോദിച്ചിട്ടുണ്ട്. ഇനി ഇതിന് പല വേവുകളുണ്ട് കേട്ടോ. റെയർ തൊട്ടിട്ട് വെൽ ഡൺ വരെ അങ്ങനെ പോകും. അതായത് വെൽ ഡൺ എന്ന് പറഞ്ഞാൽ നന്നായിട്ട് കുക്കാവുന്നത്, പിന്നെ അതിൻ്റെ കുക്ക് കുറഞ്ഞ് താഴ്ത്ത് വരുന്നത്. ഇവിടെ നമുക്കെല്ലാവർക്കും നല്ല വെൽ ഡൺ ആയിട്ടുള്ള കുക്ക് ചെയ്തിട്ടുള്ള ഇതാണ് കേട്ടോ ഇഷ്ടം. അപ്പം ഞാനിത് കുറച്ച് നേരം അതിനു വേണ്ടി നമ്മളെന്താ ചെയ്യാന്ന് വെച്ചാൽ ഈ 2 വശം നല്ല ബ്രൗൺ ആയി വരുമല്ലോ, അത് കഴിയുമ്പോൾ ഒന്ന് മൂടി വെക്കും. അകമൊക്കെ വെന്തിട്ടുണ്ട് കേട്ടോ. അകം വെന്ത് നമ്മളറിയുന്ന ആ പിങ്കെല്ലാം മാറിയിട്ട് ഈ കളറിലോട്ട് വരുമ്പോഴാണ്. എന്നിട്ട് അപ്പോൾ ഞാനിവിടെ കട്ട് ചെയ്തപ്പോഴത്തേന് ഇമ്മാനുവലാണ് ഇതിൻ്റെ വേവ് നോക്കുന്നത്. അപ്പോൾ അവൻ്റെ വേവാണ് അവന് കൊടുക്കുക. അവന് വെൽഡണിൻ്റെ തൊട്ട് താഴെ വേണം. തോമസിനും എനിക്കും നന്നായിട്ട് വേകണം. എനിക്കല്ലാതെ അതത്ര ഇഷ്ടമല്ല കേട്ടോ. അപ്പം പുള്ളിക്കാരൻ വന്നു, ടേസ്റ്റ് ചെയ്തു, അപ്രൂവ് ചെയ്തു. ഇനിയിപ്പോൾ ഇതിന് അധികം ആയുസ് ഉണ്ടാവില്ല, പെട്ടെന്ന് ഇത് തീരും കേട്ടോ. അപ്പം നിങ്ങൾ റെഡ് മീറ്റൊക്കെ നമ്മൾ വല്ലപ്പോഴും കഴിക്കണം. ബീഫ് ചീത്തയല്ലേ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. നമുക്ക് എല്ലാ ഫോളിക് ആസിഡും അയണും അതുപോലെ തന്നെ ന്യൂട്രീഷൻ ഫാക്ടേഴ്സൊക്കെ ഉണ്ട് ഇതിലും ബീഫിലും. അപ്പം എല്ലാം ആഴ്ച ഒരിക്കലൊക്കെ ഇത് കുറച്ച് കഴിക്കണം, അതൊന്നും കുഴപ്പമൊന്നുമില്ല. എല്ലാ സാധനവും അധികമായാൽ അമൃതും വിഷം, എല്ലാ സാധനവും കുറേശ്ശെ വേണം എന്ന് പറഞ്ഞ പോലെയാണല്ലോ. പിന്നെ ഇറച്ചി മീനും കഴിക്കാത്തവർ മറ്റെന്തെങ്കിലുമൊക്കെ മാർഗ്ഗങ്ങളിൽ കൂടെ ന്യൂട്രീഷൻ ഇത് ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ ഇതിന് സോസ് ഉണ്ടാക്കാനൊന്നും സാവകാശം ഇല്ല ഇവർക്ക്. ഞാനൊരു സോസിന് വേണ്ടിയിട്ടുള്ളത് കഴിഞ്ഞ ദിവസം മേടിച്ചിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ ഇല്ല സോസ് വേണ്ടാന്ന്. അപ്പം ഞാൻ എന്ത് ചെയ്തു, എന്നാൽ ഞാൻ അതിനകത്ത് കുറച്ച് പയർ കറിയും കുറച്ച് നമ്മുടെ വഴുതനങ്ങ ഫ്രൈ ചെയ്തതും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. തൊട്ട് തലേദിവസമാണ്. ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടാണ്. അവർക്ക് കുഴപ്പമില്ല, ആ ഒരു ഫ്ലേവർ ഇഷ്ടപ്പെട്ടു, അതായിരുന്നു. അപ്പം നമ്മുടെ ഉച്ച വരെയുള്ള ഒരു വ്ളോഗ്
ഞാനിതിൻ്റെ ബാക്കി ക്ലീനിങ് എന്ന് പറഞ്ഞാൽ അറിഞ്ഞും പുറഞ്ഞും വൃത്തിയാക്കലായിരുന്നു. അത് എല്ലാം കൂടെ ഞാൻ റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം ഞാൻ എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് വരും വരെ ബൈ ബൈ, ടേക്ക് കെയർ.